സൗത്ത് ആഫ്രിക്കയിലെ തന്നെ ഏറ്റവും ഡേഞ്ചറസ് പ്രിസൺ, അതാണ് പ്രീറ്റോറിയ പ്രിസൺ. ഇന്നേ വരെ ഒരു ജയിൽ പോലും ആ ജയിലിൽ ചാടിയിട്ടില്ല. എന്നാൽ നമ്മുടെ കഥാനായകനായ ടിം ജെങ്കിന് ആ ജയിലിൽ ചാടാൻ വേണ്ടി ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയാണ്. സോ കഥയുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ കഥാനായകനായ ടിം ജെങ്കിനെയും അവന്റെ സുഹൃത്തു സ്റ്റീഫൻ ലീനിയുമാണ് കാണിക്കുന്നത്. ഇവര് രണ്ടുപേരും ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയിലെ രാഷ്ട്രീയ പ്രവർത്തകരാണ്. എന്നാൽ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി രാജ്യത്ത് നിരോധിക്കപ്പെട്ട പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ആ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ അത് കുറ്റകൃത്യമാണ്. രാജ്യത്ത് കറുത്ത വംശത്തിൽപ്പെടുന്ന ആളുകൾ വംശീയ വിവേചനം നേരിടുന്നുണ്ട്. അവർക്ക് വേണ്ടിയാണ് ടിമ്മും സ്റ്റീഫനും പ്രതിഷേധം നടത്തുന്നത്. എന്നാൽ ഒരു ദിവസം അവര് രണ്ടുപേരും ഒരു പ്രതിഷേധം നടത്തുമ്പോൾ പോലീസ് അവരെ പിടികൂടുകയാണ്. അവര് രണ്ടുപേരും ചെയ്തത് നല്ല കാര്യമാണെങ്കിൽ കൂടി അത് രാജ്യദ്രോഹമായിട്ടാണ് കോടതി കാണുന്നത്. അതുകൊണ്ട് തന്നെ കോടതി ടിമ്മിന് 12 വർഷം ജയിൽ ശിക്ഷ വിധിച്ചു. ടിമ്മിനെ സഹായിച്ച ടിമ്മിന്റെ സുഹൃത്തായ സ്റ്റീഫൻ ലീക്കും 8 വർഷവുമാണ് കോടതി ജയിൽ ശിക്ഷ വിധിച്ചത്. കോടതി വിധി കഴിഞ്ഞതിനു ശേഷം പരിശോധനയ്ക്ക് വേണ്ടി അവരെ രണ്ടുപേരും 2 മുറികളിലായിട്ട് തനിച്ച് ഇരുത്തുകയാണ്. അപ്പോൾ സ്റ്റീഫൻ ഇരിക്കുന്ന മുറിയിൽ ഓഫീസേഴ്സ് ആരുമില്ല. രക്ഷപ്പെടാൻ ഇത് തന്നെയാണ് തക്ക സമയം. അപ്പോൾ അവിടെയുള്ള ജനാല വഴി സ്റ്റീഫൻ ചാടി രക്ഷപ്പെടാൻ തീരുമാനിച്ചു. എന്നാൽ പോലീസ് ഓഫീസർ ഇത് കാണുകയും തോക്ക് ചൂണ്ടുകയും ചെയ്തു. വെടിവെക്കലേ സാറേ, ഞാൻ കീഴടങ്ങി. പോലീസ് രക്ഷപ്പെടാൻ ശ്രമിച്ച സ്റ്റീഫനെ ചവിട്ടിക്കൂട്ടി വണ്ടിയിലിട്ടു. അങ്ങനെ അവരെ രണ്ടുപേരും രാജ്യത്തെ തന്നെ ഏറ്റവും മാക്സിമം സെക്യൂരിറ്റി പ്രിസണായ സൗത്ത് ആഫ്രിക്കയിലെ പ്രീറ്റോറിയ പ്രിസണിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇവിടെയാണ് എസ്കേപ്പ് ഫ്രം പ്രീറ്റോറിയ എന്ന കഥ ആരംഭിക്കുന്നത്. അതിനു മുൻപ് എനിക്ക് നിങ്ങളോട് പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. ഒന്നാമത്തത്, ഇത് വെറും ഒരു സിനിമാ കഥ മാത്രമല്ല, ഇത് യഥാർത്ഥത്തിൽ നടന്ന റിയൽ സ്റ്റോറിയാണ്. രണ്ടാമത്തത്, ഒരുപാട് മണിക്കൂറുകൾ ചിലവഴിച്ചിട്ടാണ് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കിയത്. എന്നാൽ ഓൾമോസ്റ്റ് 90% ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് ഈ വീഡിയോ കാണുന്നത്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുകയാണെങ്കിൽ അതെനിക്ക് വലിയ ഒരു സപ്പോർട്ട് തന്നെയായിരിക്കും. സോ കഥയിലേക്ക് തിരിച്ചു വരാം. ഇദ്ദേഹമാണ് പ്രീറ്റോറിയ പ്രിസണിന്റെ വാർഡൻ. അദ്ദേഹം വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഓഫീസറാണ്. ആദ്യത്തെ ദിവസം തന്നെ അദ്ദേഹം വളരെ മോശമായിട്ടാണ് ടിമ്മിനോടും സ്റ്റീഫനോടും സംസാരിക്കുന്നത്. അതായത്, നിങ്ങൾ രണ്ടുപേരും വെളുത്തവരല്ലേ, പിന്നെ എന്തിന് നീയൊക്കെ കറുപ്പന്മാർക്ക് വേണ്ടി സംസാരിക്കുന്നു? നിനക്കൊന്നും നാണമില്ലേ? നിന്റെയൊക്കെ വിചാരം എന്താണ്? നീയൊക്കെ നെൽസൺ മണ്ടേലയാണ് എന്നാണോ എന്നൊക്കെയാണ് വാർഡൻ ടിമ്മിനോടും സ്റ്റീഫനോടും ദേഷ്യത്തോടെ വളരെ മോശമായിട്ട് പറയുന്നത്. അവരെ രണ്ടുപേരും ജയിലിന്റെ അകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ജയിലിലെ ഓരോ വാതിലുകളും അതിന്റെ ലോക്കും ടിം നോക്കി വെക്കുന്നുണ്ട്. ഇനി അവരുടെ സെല്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു സെല്ലിൽ ആകെ ഒരാൾ മാത്രമേ ഉണ്ടാവൂ. സാധാരണ ജയിൽ സെല്ലിൽ ഒരൊറ്റ ഡോറ് മാത്രമല്ലേ ഉണ്ടാവൂ. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ആദ്യം ഒരു സ്റ്റീൽ റോഡ് കൊണ്ട് നിർമ്മിച്ച വാതിലുണ്ട്. അത് അടച്ചതിന് ശേഷം വേറെയും വലിയ ഒരു വാതിൽ കൂടിയുണ്ട്. ആ വാതിൽ അകത്തുനിന്ന് തുറക്കാനേ സാധിക്കില്ല, പുറത്തുനിന്ന് മാത്രമേ തുറക്കാനേ സാധിക്കൂ. സോ അത്രത്തോളം സെക്യൂരിറ്റി ഉള്ള ജയിലാണ് പ്രീറ്റോറിയ പ്രിസൺ. ടിമ്മിനെ ലോക്ക് ചെയ്ത സെല്ലിന്റെ തൊട്ടപ്പുറമുള്ള സെല്ലിൽ തന്നെയാണ് സ്റ്റീഫനെയും ലോക്ക് ചെയ്തത്. അവരോട് വാർഡൻ പറയുന്നുണ്ട്, രാവിലെ 5 മണിക്ക് ബെല്ലടിക്കും, അപ്പോൾ എഴുന്നേറ്റിട്ടില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. അപ്പോൾ ഇന്ന് ജയിലിലെ ആദ്യത്തെ ദിവസമാണ്. ആദ്യത്തെ ദിവസം തന്നെ നമ്മുടെ ടീം ആലോചിക്കുന്നത് വേറൊന്നുമല്ല, ഈ ജയില് എങ്ങനെ ചാടാം എന്നതാണ്. അതിനായി ടീം പല വഴികൾ ആലോചിക്കുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ 5 മണിക്ക് ബെല്ലടിച്ചു. അപ്പോൾ തന്നെ ടീം ഉറങ്ങി എഴുന്നേറ്റു. ഓഫീസർ സെല്ല് ഓപ്പൺ ചെയ്താലും തടവുകാർ സെല്ലിന്റെ പുറത്ത് വരിയായി നിൽക്കണം. എന്നിട്ട് അവര് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ക്യാൻറ്റീനിലേക്ക് ചെല്ലണം. ഇനി ഈ ജയിലിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. സാധാരണ കുറ്റം ചെയ്ത, അതായത് രാഷ്ട്രീയപരമായിട്ടുള്ളതോ സാമ്പത്തികപരമായിട്ടുള്ള ഫ്രോഡ് അങ്ങനെയുള്ള കുറ്റത്തിനൊക്കെ ജയിലിലായവർക്ക് ഗ്രേ നിറത്തിലുള്ള യൂണിഫോം ആയിരിക്കും. എന്നാൽ കൊലക്കുറ്റം ചെയ്തവർ അഥവാ വയലന്റ് ആയിട്ടുള്ള ക്രിമിനൽസിനൊക്കെ നീല നിറത്തിലുള്ള യൂണിഫോം ആയിരിക്കും. അപ്പോൾ ഗ്രേ യൂണിഫോം ധരിച്ചവര് യാതൊരു കാരണവശാലും നീല യൂണിഫോം ധരിച്ച കുറ്റവാളികളുടെ അടുത്തേക്ക് പോകാൻ പാടില്ല. കാരണം അവര് എങ്ങനെയൊക്കെ പെരുമാറും എന്ന് പറയാനേ പറ്റത്തില്ല. അത്രത്തോളം വയലന്റ് ആയിട്ടുള്ള ക്രിമിനൽസ് ആണ് അവരൊക്കെ. ആദ്യത്തെ ദിവസം തന്നെ ടിമ്മും സ്റ്റീഫനും പരിചയപ്പെട്ടത് ഡെന്നിസ് ഗോൾഡ്ബർഗ് എന്ന അവരെ പോലെ തന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെയാണ്. 20 വർഷത്തിലധികമായി അദ്ദേഹം ഈ ജയിലിൽ കഴിയുന്നു. ടിമ്മിനോടും സ്റ്റീഫനോടും ഡെന്നിസ്, നിങ്ങൾക്ക് രണ്ടുപേർക്കും എത്ര വർഷത്തെ ജയിൽ ശിക്ഷയാണ് വിധിച്ചത് എന്ന് ചോദിച്ചപ്പോൾ സ്റ്റീഫൻ, എനിക്ക് 8 വർഷവും ഇവന് 12 വർഷവും എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും അത്ര കാലമൊന്നും ഈ ജയിലിൽ കഴിയത്തില്ല, അതിനു മുന്നേ ആയിട്ട് തന്നെ നമ്മൾ ചാടിയിരിക്കും. മക്കളെ, ഞാൻ നിങ്ങളെ ഉപദേശിക്കുകയാണ് എന്ന് വിചാരിക്കരുത്. എല്ലാവരും ആദ്യത്തെ ദിവസം തന്നെ ആലോചിക്കുന്നത് എങ്ങനെ ജയിൽ ചാടാം എന്ന് തന്നെയാണ്. എന്നാൽ അതൊരിക്കലും സാധ്യമായ കാര്യമല്ല, പ്രത്യേകിച്ച് ഈ ജയിലിൽ വെച്ച്. സോ നിങ്ങൾ അവിവേകം കാണിക്കാനൊന്നും നിൽക്കരുത്. കാരണം നിങ്ങൾ ജയിൽ ചാടാൻ ശ്രമിച്ച് പിടിക്കപ്പെട്ടാൽ പിന്നെ 25 വർഷം കൂടി എക്സ്ട്രാ ജയിൽ ശിക്ഷ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇവര് 3 പേരും സംസാരിക്കുന്നത് തൊട്ടപ്പുറമുള്ള ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഫ്രഞ്ചുകാരനായ ലിയോണാർഡ് എന്ന ഇദ്ദേഹം ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ടായിരുന്നു. അവര് 3 പേരും എക്സസൈസ് ചെയ്യുമ്പോൾ ജയിലിന്റെ ചുറ്റുഭാഗത്തെ കുറിച്ചൊക്കെ ഡെന്നിസ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. 20 അടി നീളമുള്ള മതിലുകൾ, അതിന് മുകളിലായിട്ട് ഇലക്ട്രിക് വയർസ്. സോ മതിൽ വഴി നിങ്ങൾ ചാടാൻ ശ്രമിച്ചാലും ഉറപ്പായിട്ടും കാക്കയെ പോലെ ഷോക്ക് അടിച്ചു ചാവും. ഇനി നിങ്ങൾ ചാടി എന്ന് തന്നെ ഇരിക്കട്ടെ, ജയിലിന്റെ ചുറ്റും തോക്കും പിടിച്ച്
ഓഫീസേഴ്സ് 24 മണിക്കൂറും കാവൽ നിൽക്കുന്നുണ്ട്. അവരുടെ തോക്കിന്റെ ബുള്ളറ്റ് തലയിൽ കയറി നിങ്ങൾ മരിക്കും. സോ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വെറുതെ പറയുന്നതല്ല എന്ന്. ഡെന്നിസ് പോയതിനു ശേഷം അവരുടെ അടുത്തേക്ക് ആ ഫ്രഞ്ചുകാരൻ വരികയാണ്, അതായത് ലിയോണാർഡ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, നിങ്ങൾ ജയിൽ ചാടാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയാം. ഞാൻ ഒരുപാട് വർഷങ്ങളായി ഈ ജയിലിൽ ചാടാനായി ആലോചിക്കുന്നു. എന്നാൽ എനിക്ക് സപ്പോർട്ടിന് ആരും ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും വർഷം അടങ്ങി നിന്നത്. എന്നാൽ നിങ്ങൾ എന്ത് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും അതിന് ഞാനും കൂടെയുണ്ട്. നമ്മൾ 3 പേരും ഒറ്റക്കെട്ടായി നിന്നാൽ 3 പേർക്കും ഈ ജയിലിൽ ചാടാം. സോ ഗൈസ്, ഇപ്പോൾ ടിമ്മും സ്റ്റീഫനും ജയിലിലായിട്ട് ഓൾമോസ്റ്റ് 1 മാസമായി. എല്ലാ രാത്രിയിലും ടിം സെല്ലിന്റെ വാതിലെ ലോക്ക് തന്നെ നോക്കിയിരിക്കും. എന്നിട്ട് പല ഐഡിയാസ് പ്ലാൻ ചെയ്യും. അങ്ങനെ 100-ലധികം പ്ലാൻസ് ടിം മനസ്സിൽ ആലോചിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 1 മാസത്തിന് ശേഷം ഈ ജയിലിൽ ചാടാനുള്ള ഒരു കിടിലൻ പ്ലാൻ ടിമ്മിന് കിട്ടിയിട്ടുണ്ട്. ടിം നന്നായിട്ട് ഡ്രോ ചെയ്യും. അതുകൊണ്ട് തന്നെ ജയിലിൽ ടിമ്മിന് പെൻസിലും പേപ്പറും ഒക്കെ കൈവശം വെക്കാൻ അനുവാദമുണ്ട്. ഒരു രാത്രി ടിം ഒരു പേപ്പർ മടക്കി തന്റെ സെല്ലിന്റെ ഡോർ ലോക്കിന്റെ അകത്തേക്ക് ഇടുകയാണ്. എന്നിട്ട് ആ ലോക്കിന്റെ സൈസ് എത്രയാണ് എന്നൊക്കെ ടിം മനസ്സിലാക്കി. എന്നിട്ട് ടിം ആ ലോക്കിന്റെ ഡിസൈൻ അഥവാ പാറ്റേൺ പേപ്പറിൽ വരക്കുകയാണ്. അടുത്ത ദിവസം അവര് കുളിക്കുന്ന സമയം ഈ ഐഡിയയെ കുറിച്ച് ടിം സ്റ്റീഫനോടും ലിയോണാർഡോനോടും പറയുകയാണ്. അതായത് ജയിൽ ചാടാൻ എനിക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇന്നലെ രാത്രി സെല്ലിലെ ഡോറിന്റെ ലോക്കിന്റെ സൈസ് പേപ്പർ വെച്ച് മെഷർ ചെയ്തു. സോ ഫേക്ക് താക്കോലുകൾ ഉണ്ടാക്കി നമ്മൾക്ക് രക്ഷപ്പെടാം. അപ്പോൾ ലിയോണാർഡോ ചോദിക്കാണ്, എങ്ങനെ താക്കോൽ ഉണ്ടാക്കും? പേപ്പർ വെച്ചാണോ താക്കോൽ ഉണ്ടാക്കേണ്ടത്? ഇതൊന്നും നടക്കുന്ന പ്ലാൻ അല്ല. താക്കോൽ ഉണ്ടാക്കണമെങ്കിൽ സ്റ്റീൽ വേണം. സ്റ്റീൽ വെച്ച് താക്കോൽ ഉണ്ടാക്കാൻ അതിന്റേതായ ടൂൾസും വേണം. അപ്പോൾ ടിം പറയാണ്, സ്റ്റീൽ വെച്ചല്ല, മരക്കഷ്ണങ്ങൾ ഉപയോഗിച്ചാണ് ഞാൻ താക്കോലുകൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതിന് മരക്കഷ്ണം എവിടുന്ന് കിട്ടും? ജയിലിലെ വർക്ക്ഷോപ്പിൽ ജോലിക്ക് പോകുമ്പോൾ എല്ലാ ദിവസവും കുറച്ച് മരക്കഷ്ണങ്ങൾ യൂണിഫോമിന്റെ അകത്ത് ഒളിപ്പിച്ചു വെച്ചാൽ മതി. പക്ഷെ അതിനായി എനിക്ക് ഒരു കാര്യം കൂടി ചെയ്യണം. എനിക്ക് സെല്ലിന്റെ താക്കോലുകൾ ഒന്ന് അടുത്തുനിന്ന് കാണണം. അപ്പോൾ ഓഫീസർ അദ്ദേഹത്തിന്റെ അരയിലാണ് ഓരോ സെല്ലിന്റെയും ഡോർസിന്റെയും താക്കോലുകൾ തൂക്കി വെച്ചിട്ടുള്ളത്. അവർ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ ഓഫീസറിനെ അവരുടെ അടുത്തേക്ക് വരുത്തിക്കാൻ വേണ്ടി ലിയോണാർഡ് മനഃപൂർവ്വം അവന്റെ ഭക്ഷണത്തിന്റെ പാത്രം താഴെയിട്ടു. അപ്പോൾ ആ ഓഫീസർ ലിയോണാർഡിനെ തെറി പറയാനായിട്ട് അവരുടെ ടേബിളിന്റെ അടുത്തേക്ക് വന്നു. ഈ സമയം ടിം അദ്ദേഹത്തിന്റെ അരയിൽ തൂക്കി വെച്ചിട്ടുള്ള ഓരോ താക്കോലിന്റെയും ഡിസൈൻ ശ്രദ്ധിച്ച് നോക്കി മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ഓരോ ദിവസവും ടിം താക്കോലുകൾ സൂക്ഷിച്ചു നോക്കി അതിന്റെയൊക്കെ ഡിസൈനും ഷേപ്പും ഒക്കെ മനസ്സിൽ ഓർത്തുവെക്കും. എന്നിട്ട് രാത്രി തന്റെ സെല്ലിൽ നിന്ന് അതൊക്കെ പേപ്പറിൽ വരച്ചു വെക്കും. അങ്ങനെ ഓൾമോസ്റ്റ് ഡിസൈനും ഷേപ്പും എല്ലാം ടിമ്മിന് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. ഇനിയുള്ള ടാസ്ക് എന്തെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, മരം കൊണ്ട് താക്കോൽ ഉണ്ടാക്കലാണ്. ഇപ്പോൾ അവര് ജയിലായിട്ട് ഓൾമോസ്റ്റ് 2 മാസം കഴിഞ്ഞു. ജയിലിലെ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുമ്പോൾ ഓഫീസേഴ്സ് കാണാതെ അവിടെയുള്ള ടൂൾസ് ഉപയോഗിച്ച് ടിം താക്കോൽ ഉണ്ടാക്കാനേ ആരംഭിച്ചു. ഒരു ദിവസം ഒരു ഓഫീസറിന് വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്ന തടവുകാരെ സംശയമായി. അവര് വർക്ക്ഷോപ്പിൽ നിന്ന് കാണാതെ ടൂൾസ് സെല്ലിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ എന്ന്. അങ്ങനെ ഓഫീസർ ഓരോരുത്തരും വരി നിർത്തി അവരെയൊക്കെ പരിശോധിക്കുകയാണ്. എന്നാൽ ഓഫീസറിന് ഒന്നും കണ്ടെത്താനേ സാധിച്ചിട്ടില്ല. ടിം ടൂൾസ് ഒളിപ്പിച്ചു വെച്ചത് വേറെ എവിടെയുമല്ല, ടിമ്മിന്റെ വാട്ടർ ബോട്ടിലിന്റെ അകത്തായിട്ടാണ്. രാത്രികളിൽ ആ ടൂൾസ് വെച്ച് ബാക്കി പണി ചെയ്യും. ബ്രഷും പേസ്റ്റും വെക്കുന്ന ഗ്ലാസിന്റെ അകത്തായിട്ടാണ് ഈ പാർട്സ് ഒക്കെ ടിം ഒളിപ്പിച്ചു വെക്കാറുള്ളത്. അങ്ങനെ ഫൈനലി ടിം തന്റെ സെല്ലിന്റെ ആദ്യത്തെ ഡോറിന്റെ താക്കോൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അത് വർക്കിംഗ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യണം. തന്റെ സെല്ലിന്റെ പുറത്ത് ഓഫീസേഴ്സ് ആരുമില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം താൻ ഉണ്ടാക്കിയ മരത്തിന്റെ താക്കോല് ലോക്കിലേക്ക് പതിയെ ഇടുകയാണ്. അത് ഇട്ടതിനു ശേഷം അത് തിരിച്ച് അൺലോക്ക് ചെയ്യാൻ ടിമ്മിന് നല്ല പേടിയുണ്ട്. അഥവാ അത് കുടുങ്ങിപ്പോയാലും പിന്നെ എല്ലാം തീർന്നു. എന്നാൽ രണ്ടും കൽപ്പിച്ച് ടിം അത് തിരിക്കുകയാണ്. ആ ഡോർ ഓപ്പൺ ആയി. അതായത് ടിമ്മിന്റെ ആദ്യത്തെ മിഷൻ സക്സസ്. പക്ഷെ ആ ഡോർ മാത്രം തുറന്നിട്ട് കാര്യമില്ല, ആ വലിയ ഡോർ തുറക്കാനുള്ള താക്കോൽ കൂടി ഇനി ഉണ്ടാക്കണം. എന്നാൽ നമ്മൾ തുടക്കത്തിലെ പറഞ്ഞ ഒരു കാര്യമാണ്, ആ ഡോർ ഈ ഡോർ പോലെ അകത്തുനിന്ന് തുറക്കാനേ പറ്റത്തില്ല. പുറത്തുനിന്ന് മാത്രമേ അത് തുറക്കാനേ സാധിക്കൂ. പക്ഷെ അത് പിന്നീട് ഫിഗർ ഔട്ട് ചെയ്യാം എന്ന് ലിയോണാർഡോ ടിമ്മിനോട് പറയുകയാണ്. ടിം അങ്ങനെ പുറത്തത്തെ ഡോർ തുറക്കാനുള്ള താക്കോൽ കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ പുറത്തുനിന്ന് ട്രൈ ചെയ്യാനേ സാധിക്കൂ. സോ ഒരു ദിവസം തടവുകാർ എല്ലാവരും അവരുടെ സെല്ലിന്റെ പുറത്തുനിന്ന് തറ തുടക്കുകയാണ്. അപ്പോൾ ഈ സമയം അവിടെ ഓഫീസേഴ്സ് ആരുമില്ല. ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാനേ ലിയോണാർഡോ അവിടെ നിൽക്കുകയാണ്. ഈ സമയം ടിം താൻ ഉണ്ടാക്കിയ മരത്തിന്റെ താക്കോല് പുറത്തുള്ള ഡോറിന്റെ ലോക്കിൽ ഇടാനായി ശ്രമിച്ചു. എന്നാൽ അത് കുറച്ച് വലുതാണ്. അപ്പോൾ തന്നെ ടിം അത് ഉരച്ച് ചെറുതാക്കി എന്നിട്ട് ലോക്കിലേക്ക് ഇടുകയാണ്. അങ്ങനെ അത് തിരിച്ചപ്പോൾ അൺലോക്ക് ആയിട്ടുള്ള ഡോർ ലോക്ക് ആയതായി കാണാം. മിഷൻ സക്സസ്. എന്നാൽ ഇവിടെയാണ് വലിയ ഒരു പണി കിട്ടിയത്. ലോക്ക് ആക്കിയത് തിരിച്ച് അൺലോക്ക് ആക്കാനായി ടിം ശ്രമിച്ചപ്പോൾ ആ ലോക്ക് അവിടെ ജാം ആയി പോവുകയാണ്. ടിം നല്ല ബലം ഉപയോഗിച്ച് താക്കോൽ തിരിച്ചപ്പോൾ താക്കോല് പൊട്ടിപ്പോവുകയാണ്. അതായത് ടിമ്മിന്റെ മരത്തിന്റെ താക്കോല് അകത്ത് കുടുങ്ങിപ്പോയി. അത് എടുക്കാൻ ഇനി ഒരു വഴിയുമില്ല. പിടിക്കപ്പെട്ടു എന്ന് അവർക്ക് ഉറപ്പായി. ഈ സമയം ഒരു ഓഫീസർ നടന്നു വരുന്നുണ്ട് എന്ന് ലിയോണാർഡ് ടിമ്മിനോട് പറയുകയാണ്. ഓഫീസർ എത്തുന്നതിന് മുൻപായിട്ട് എന്തായാലും ആ പൊട്ടിയ താക്കോല് അകത്തുനിന്ന് എടുത്തേ മതിയാവും, അല്ലെങ്കിൽ പണി വാളും. ടിം ഒരുവിധം തന്റെ കയ്യിലുള്ള ടൂൾ ഉപയോഗിച്ച് അകത്ത് കുടുങ്ങിയ താക്കോല് പുറത്തേക്ക് പൊടിമുടിയെ എടുക്കുകയാണ്. ബട്ട് ഇവിടെ മറ്റൊരു കാര്യം കൂടി ബാക്കിയുണ്ട്. അതായത്
അതായത് ഈ ഡോർ ലോക്ക് ആയിട്ടാണുള്ളത്, അത് അൺലോക്ക് ആക്കിയിട്ടില്ല. ഓഫീസർ പോയതിനു ശേഷം ടിം അത് അടിച്ച് അകത്തേക്ക് കയറ്റാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ കാര്യമില്ല, അവരുടെ ജോലി അവസാനിച്ച് അവരൊക്കെ സെല്ലിന്റെ അകത്ത് കയറി. ഇപ്പോൾ ടിമ്മിന്റെ മനസ്സിൽ നല്ല പേടിയുണ്ട്. കാരണം ഓഫീസർ ഇനി ഡോർ ലോക്ക് ചെയ്യാൻ വരുമ്പോൾ ഓൾറെഡി ലോക്കായ ഡോർ കണ്ടാൽ ഉറപ്പായിട്ടും സംശയമാവും. ഓഫീസർ അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ആദ്യം ചില പന്തികേട് തോന്നി. എന്നാൽ അദ്ദേഹം അത് കാര്യമാക്കാതെ ആ ഡോർ അൺലോക്ക് ചെയ്ത് ഡോർ അടച്ച് ലോക്ക് ചെയ്യുകയാണ്. ഇപ്പോഴാണ് ടിമ്മിന് സമാധാനമായത്. ലിയോണാർഡിന്റെ മകന് അച്ഛനെ ജയിലിൽ കാണാനായിട്ട് വന്നിട്ടുണ്ട്. മകൻ ജനിച്ച ആ വർഷമാണ് ലിയോണാർഡ് ജയിലിലായത്. ജയിൽ പുലികൾക്ക് ഒരു വർഷം ഒരൊറ്റ തവണ മാത്രമേ വിസിറ്റേഴ്സ് അലൗഡ് ഉള്ളൂ, അതും വെറും അരമണിക്കൂർ മാത്രം. അപ്പോൾ മകൻ സങ്കടത്തോടെ പറയുകയാണ്, അച്ഛൻ എപ്പോഴാണ് വീട്ടിലേക്ക് വരിക? എന്നോട് അമ്മ പറഞ്ഞത് ഞാൻ വലുതായി 25 വയസ്സൊക്കെ ആയി മീശയും താടിയും ഒക്കെ വന്നാലേ അച്ഛൻ വീട്ടിൽ വരത്തുള്ളൂ എന്നാണ്. അത് സത്യമാണോ അച്ഛാ? അപ്പോൾ ലിയോണാർഡ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മകനോട് പറയാണ്, അല്ല മോനെ, അച്ഛൻ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വന്നിരിക്കും. സോ ടിമും സ്റ്റീഫനും ജയിലായിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 6 മാസം കഴിഞ്ഞു. അവര് എല്ലാ ദിവസവും റണ്ണിങ് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അവര് 3 പേരും പ്രാക്ടീസ് ചെയ്യുമ്പോൾ സെക്കൻഡുകൾ നോക്കുന്നത് അവരുടെ കൈകളിൽ ഓരോ തവണ ടാപ്പ് ചെയ്തിട്ടാണ്. ഇതൊക്കെ ജയിൽ ചാടുന്ന ആ ദിവസത്തേക്കുള്ള പ്രാക്ടീസ് ആയിട്ടാണ് അവര് 3 പേരും കാണുന്നത്. സോ ഇവിടെ ഒരു ദിവസം രാവിലെ അവര് 3 പേരും ഒരു സെല്ലിൽ ഇരുന്നു കൊണ്ട് പുറത്തെ വാതിൽ എങ്ങനെ അകത്തുനിന്ന് തുറക്കാം എന്ന് ആലോചിക്കുകയാണ്. അവർക്ക് എങ്ങനെയും ഒരു ഐഡിയയും കിട്ടുന്നില്ല. ലിയോണാർഡ് പറഞ്ഞ ഐഡിയ നമുക്ക് ഒരു നൂല് പുറത്തുനിന്ന് കെട്ടി അതിൽ താക്കോല് അറ്റാച്ച് ചെയ്ത് പുറത്തുനിന്ന് തുറക്കാം എന്നാണ്. എന്നാൽ അത് ഒരിക്കലും പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഐഡിയ അല്ല. ഇവരങ്ങനെ ഒരുപാട് ഐഡിയാസ് സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ ഒരു ഓഫീസർ കയറി വന്നു. അവര് സംസാരിക്കുന്നത് ചെറുങ്ങനെ അദ്ദേഹം കേട്ടിട്ടുണ്ടായിരുന്നു. ഓഫീസറിന് സംശയമായി, ഇവര് 3 പേരും ജയിൽ ചാട്ടത്തിനെ കുറിച്ചാണോ പ്ലാൻ ചെയ്യുന്നത് എന്ന്. നിങ്ങൾ 3 പേരും എന്താണ് സംസാരിക്കുന്നുണ്ടായത് എന്ന് ഓഫീസർ ചോദിച്ചു. ഒന്നുമില്ല സർ, നമ്മൾ ചുമ്മാ നാട്ടിലെ പഴയ വിശേഷങ്ങളും രാഷ്ട്രീയത്തെ കുറിച്ചൊക്കെയാണ് സംസാരിച്ചത് എന്ന് അവര് കള്ളം പറഞ്ഞു. ഒരുവിധം അവര് ഓഫീസറിനെ വിശ്വസിപ്പിച്ചു. ഈ ഓഫീസറിന് ഇപ്പോൾ നല്ല സംശയമുണ്ട്. കാരണം ഇദ്ദേഹം തന്നെയാണ് അന്ന് ഡോറിന്റെ ലോക്കും കണ്ടത്. അപ്പോൾ ഇനി അവര് കുറച്ചുകൂടി ശ്രദ്ധിക്കണമെന്ന് ടിം അവരോട് പറയുന്നുണ്ട്, അല്ലെങ്കിൽ പിടിക്കപ്പെടും. അപ്പോൾ ഇവിടെ ലിയോണാർഡ് നിലം തൂക്കുകയാണ്. അപ്പോൾ ആ വടി കണ്ടപ്പോൾ നമ്മുടെ ടിമ്മിന് പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടി. ടിം ആ വടിയെടുത്ത് സെല്ലിന്റെ പുറത്തിറങ്ങി ജനാലയിൽ നിന്നും വടിയുടെയും ഡോറിന്റെയും ഡിസ്റ്റൻസ് നോക്കി. സോ സംഭവം വേറൊന്നുമല്ല, ആ വടിയിൽ താക്കോല് കെട്ടിവെച്ചാൽ ആ വടി ഉപയോഗിച്ച് സെല്ലിന്റെ അകത്തുനിന്ന് ജനാല വഴി പുറത്തുള്ള ഡോർ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. പക്ഷെ അതിനായി ആ വടി കുറച്ച് കസ്റ്റമൈസ് ചെയ്യണം. സോ വർക്ക്ഷോപ്പിൽ നിന്നും ഓഫീസേഴ്സ് ആരും കാണാതെ ആ വടിയിൽ താക്കോല് കെട്ടി വെക്കാനുള്ള രീതിയിലുള്ള കസ്റ്റമൈസേഷൻ ടിം ചെയ്യുകയാണ്. അങ്ങനെ ഒരു രാത്രി ടിം അത് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. വടിയിൽ താക്കോല് സെറ്റ് ചെയ്ത് ജനാല വഴി വടി പുറത്തിട്ട് ഡോർ ഓപ്പൺ ചെയ്യാൻ. അങ്ങനെ പുറത്ത് ഓഫീസേഴ്സ് ആരുമില്ല എന്ന് ഉറപ്പുവരുത്തി ടിം ആ ടാസ്ക് ചെയ്യുകയാണ്. അതേപോലെ ടിം ഡോർ അൺലോക്ക് ചെയ്തു. മിഷൻ സക്സസ്. പക്ഷെ ടിം ഡോർ അൺലോക്ക് ചെയ്ത് വീണ്ടും ലോക്ക് ചെയ്ത് താക്കോല് തിരിച്ച് എടുക്കാനായി നോക്കിയപ്പോൾ ആ താക്കോല് അകത്ത് കുടുങ്ങി പോവുകയാണ്. എന്നാൽ ഒരുവിധം ടിം അത് വലിച്ചു പുറത്തെടുത്തെങ്കിലും വടിയിൽ നിന്ന് താക്കോല് താഴേക്ക് പോയി. ഇനി അത് എങ്ങനെ എടുക്കുമെന്ന് ടിം ആലോചിക്കുകയാണ്. ഓഫീസർ ആരെങ്കിലും ഇത് കണ്ടാൽ അതോടെ എല്ലാം അവസാനിച്ചു. അങ്ങനെ ടിം തന്റെ സെല്ലുള്ള ഗം ഉപയോഗിച്ച് അത് വടിയിലൊട്ടിച്ച് ആ താക്കോല് എടുക്കാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ അത്രത്തോളം കഷ്ടപ്പെട്ട് ഒരു വിധമാണ് ടിം നിലത്ത് വീണ ആ താക്കോല് തിരിച്ചെടുത്തത്. അതിനുശേഷം ടിം പേടിച്ച് ആളാകെ വയ്യാതെയായി. അടുത്ത ദിവസം ഈ കാര്യങ്ങളൊക്കെ ടിം ലിയോണാർഡോനോടും സ്റ്റീഫനോടും പറഞ്ഞു. ഇന്നലെ രാത്രി ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. അതിന്റെ ഷോക്ക് എനിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. ടിമ്മിന്റെ കൈ ഇപ്പോഴും വിറക്കുന്നത് കാണാം. എന്തായാലും ടിം പുറത്തെ ഡോർ കൂടി അകത്തുനിന്ന് ഓപ്പൺ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ സ്റ്റീഫനും ലിയോണാർഡോനും ഒത്തിരി സന്തോഷമായി. കാരണം അത് അവരുടെ ജയിൽ ചാട്ടം പ്ലാനിന്റെ വലിയ ഒരു അച്ചീവ്മെന്റ് തന്നെയാണ്. സോ ആദ്യമൊക്കെ ടിം താൻ ഉണ്ടാക്കിയ താക്കോലുകൾ ബ്രഷും പേസ്റ്റും വെക്കുന്ന ഗ്ലാസ്സിലാണ് സൂക്ഷിക്കാറുള്ളത്. എന്നാൽ അത് സേഫ് അല്ല, എപ്പോ വേണമെങ്കിലും പിടിക്കപ്പെടാം. അതുകൊണ്ട് ഒരു കുപ്പിയിലാക്കി ഗാർഡനിൽ കുഴിച്ചിടുകയാണ്, ആവശ്യം വരുമ്പോൾ പുറത്തെടുക്കാൻ വേണ്ടി. സോ സെല്ലിന്റെ 2 ഡോർസിനും താക്കോല് റെഡിയാണ്. ഇനി അടുത്ത ടാസ്ക് സെല്ലിന്റെ പുറത്തുനിന്ന് പുറത്തേക്ക് പോകാൻ ഒരു ഡോർ കൂടിയുണ്ട്. ആ ഡോറിന്റെ താക്കോലാക്കാൻ വേണ്ടിയാണ്. അത് മാത്രമല്ല അതിന്റെയും പുറത്ത് ഒരുപാട് ഡോർസ് ഉണ്ട്. അതിന്റെയൊക്കെ താക്കോല് ഓരോന്നോരോന്നായി തയ്യാറാക്കണം. അപ്പോൾ ഇത് നിസ്സാര കാര്യമല്ല, വലിയ ടാസ്ക് തന്നെയാണ്. അതിന് നല്ല ക്ഷമ തന്നെ വേണം. എന്നാൽ 12 വർഷം ഈ ജയിലിൽ കഴിയുന്നതിനേക്കാൾ നല്ലത് ക്ഷമയോടെ ആ ടാസ്ക് ചെയ്യുന്നതാണ്. സോ ഇപ്പോൾ അവർ ഈ ജയിലായിട്ട് ഓൾമോസ്റ്റ് 10 മാസമായി. പുറത്തുള്ള ഡോറുകൾക്കായി ടിം തയ്യാറാക്കിയ താക്കോല് ടെസ്റ്റ് ചെയ്യണം. അതിനായി ഒരു രാത്രി ടിം തന്റെ സെല്ലിന്റെ 2 ഡോർസും ഓപ്പൺ ചെയ്തു. എന്നിട്ട് ടിം ലിയോണാർഡിന്റെ സെല്ലും ഓപ്പൺ ചെയ്യുകയാണ്. അതായത് അവര് 2 പേരുമാണ് മറ്റുള്ള ഡോർസ് ഓപ്പൺ ചെയ്ത് അതൊക്കെ വർക്കിംഗ് ആണോ എന്ന് നോക്കാനായി പോകുന്നത്. അവരുടെ സെല്ലിന്റെ അകത്ത് കിടക്കയിൽ തലയാണ വെച്ച് പുതപ്പിട്ട് മൂടിയിട്ടാണ് അവര് പോകുന്നത്. അഥവാ ചെക്കിങ്ങിന് ഓഫീസർ വന്നാലും അവർ അവിടെ തന്നെയുണ്ട് എന്ന് കാണിക്കാൻ. രാത്രി ഇരുട്ടായത് കൊണ്ട് തന്നെ കാവൽക്കാരുടെ കണ്ണിൽ പെടാതെ പോകാൻ കുറച്ച് എളുപ്പമാണ്. എന്നാൽ പോലും ചെറിയ ശബ്ദം ഉണ്ടായാൽ പോലും അത് അവരുടെ ശ്രദ്ധയിൽപ്പെടും. സോ അത്രത്തോളം ശ്രദ്ധിച്ചിട്ടാണ് ഓരോ പടിയും അവര് മുന്നോട്ടേക്ക് വെക്കുന്നത്. അങ്ങനെ ഫൈനലി അവര് ഇന്ന് ടെസ്റ്റ് ചെയ്യാനായി പോയ ഡോർ അവര് അൺലോക്ക് ചെയ്തു. അത് വർക്കിംഗ് ആണ്. അങ്ങനെ തിരിച്ച് വീണ്ടും അത്
അത് ലോക്ക് ചെയ്യുകയാണ്. ഈ സമയം അവരുടെ വിയർപ്പ് തറയിൽ ഉറ്റിയിട്ടൊക്കെ ഉണ്ട്. ഓഫീസർ നടന്നു വരുന്നത് അവർ കണ്ടു. അങ്ങനെ എങ്ങനെയാണോ വന്നത് അതേപോലെ തന്നെ അവര് രണ്ടുപേരും തിരിച്ച് അവരുടെ സെല്ലിലേക്ക് കയറി ഡോർസ് ലോക്ക് ചെയ്തു. ഇവിടെ ഒരു ഓഫീസർ റൗണ്ട്സിനെ ഇറങ്ങിയപ്പോൾ അദ്ദേഹം നിലത്ത് വെള്ളം കണ്ടു. അത് ആക്ച്വലി നേരത്തെ ടിമ്മിന്റെയും ലിയോണാർഡിന്റെയും വിയർപ്പുറ്റിയതാണ്. ഓഫീസർ മുകളിലേക്ക് നോക്കുകയാണ്, കെട്ടിടത്തിന് ചോർച്ചയുണ്ടോ എന്ന സംശയത്തോടെ. എന്തായാലും അങ്ങേര് അത് കാര്യമാക്കി എടുത്തിട്ടില്ല. അപ്പോൾ ആ രാത്രി ടിം മരത്തിന്റെ താക്കോലൊക്കെ പീസ് ആക്കിയിട്ട് തന്നെ ടൂത്ത് ബ്രഷ് വെക്കുന്ന ഗ്ലാസ്സിലാണ് വെച്ചിട്ടുള്ളത്. രാത്രി ഒട്ടും ഉറങ്ങാത്തത് കാരണം രാവിലെ 5 മണിക്ക് ബെല്ലടിച്ചപ്പോൾ ടിം ഉറങ്ങി എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ വാർഡൻ ടിമ്മിന്റെ സെല്ലിലേക്ക് കയറി വരികയാണ്. അദ്ദേഹം ടിമ്മിനെ ചവിട്ടി എഴുന്നേൽപ്പിച്ചു. നിനക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല സർ, ഞാൻ ഓക്കെയാണ്. നിനക്ക് ചെവിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല സർ. പിന്നെ എന്താടാ നീ ബെല്ലടിച്ചിട്ട് ഉറങ്ങി എഴുന്നേൽക്കാത്തത്? നീ രാത്രി ഉറങ്ങിയിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പറ, എന്തിട്ടാണ് നീ രാത്രി ഉറങ്ങാത്തത്? എനിക്ക് ഇപ്പോൾ ഉത്തരം കിട്ടണം. അപ്പോൾ ഉത്തരം കിട്ടാതെ ടിം നിൽക്കുകയാണ്. അപ്പോൾ വാർഡനും ഓഫീസേഴ്സിനും ടിമ്മിനെ സംശയമായി. അവര് ടിമ്മിന്റെ സെല്ല് മുഴുവനും പരിശോധിക്കുകയാണ്. അവരെല്ലാം താഴേക്ക് വലിച്ചിട്ടിട്ടാണ് പരിശോധന നടത്തുന്നത്. ആ സമയം ടൂത്ത് ബ്രഷ് വെച്ച ഗ്ലാസ് ഒക്കെ അവരെ തട്ടി താഴെയിട്ടു. അപ്പോൾ ടിം ഉണ്ടാക്കിയ താക്കോലിലെ കഷ്ണങ്ങളൊക്കെ താഴെ വീണതായി കാണാം. അത് കണ്ടപ്പോൾ ടിമ്മിന്റെ നെഞ്ചിടിപ്പ് കൂടി. വാർഡൻ അത് കണ്ടപ്പോൾ സംശയമായി. അദ്ദേഹം അതെടുത്ത് ടിമ്മിനോട് ഇത് എന്താണ് എന്ന് ചോദിച്ചു. പെട്ടെന്ന് ടിമ്മിന് എന്താണ് മറുപടി കൊടുക്കേണ്ടത് എന്നൊന്നും കിട്ടുന്നില്ല. അപ്പോഴാണ് ടിം അവിടെ തന്റെ മാതാപിതാക്കളുടെ ഫോട്ടോ കണ്ടത്. സർ, ഇത് ആക്ച്വലി ഞാൻ ഉണ്ടാക്കിയ ഒരു ഫോട്ടോ സ്റ്റാൻഡ് ആണ് എന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോ ടിം അതിൽ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. എന്തൊരു മണ്ടൻ ഐഡിയ ആണോ ഇത് എന്ന് പറഞ്ഞ് വാർഡൻ ചെല്ലുകയാണ്. അതായത് ടിം പറഞ്ഞത് അദ്ദേഹം വിശ്വസിച്ചു. സോ ഇവിടെ ടിമ്മിന്റെ ജീവൻ രക്ഷിച്ചത് വേറെ ആരുമല്ല, ടിമ്മിന്റെ സ്വന്തം മാതാപിതാക്കളാണ് എന്നാണ് ടിം വിശ്വസിക്കുന്നത്. അവരുടെ ഫോട്ടോ തന്നെ കൺമുന്നിൽ പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ തന്റെ കാര്യം കട്ടപ്പോക. സോ ഈ സംഭവത്തിന് ശേഷം ടിം കുറച്ചുകൂടി അധികം കാര്യങ്ങൾ ശ്രദ്ധിക്കാനേ തുടങ്ങി. എന്തോ ഭാഗ്യത്തിനാണ് ഇപ്രാവശ്യം രക്ഷപ്പെട്ടത്. അവര് ജയിലായിട്ട് 1 വർഷത്തിലധികമായി. ടിമ്മിന് പല്ലുവേദന കാരണം ഡെന്റിസ്റ്റിന്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ചെക്കപ്പ് കഴിഞ്ഞ് തിരിച്ച് ജയിലിലേക്ക് വരുമ്പോൾ ടിം വീണ്ടും ജയിലിന്റെ പുറത്തുനിന്ന് അകത്തേക്ക് എത്താൻ എത്രത്തോളം ഡോർസ് ഉണ്ട്, അതിന്റെയൊക്കെ ലോക്ക് എങ്ങനെയാണ് എന്ന് കൃത്യമായി നോക്കി വെച്ചിട്ടുണ്ട്. ഫൈനലി ടിം ജയിലിന്റെ എല്ലാ ഡോർസിന്റെയും താക്കോല് തയ്യാറാക്കി കഴിഞ്ഞു. ഇനി ഫൈനൽ ടാസ്ക്, ജയിൽ ചാട്ടം. ടിം, സ്റ്റീഫൻ, ലിയോണാർഡോ അവര് 3 പേരുമാണ് ജയിലിൽ ചാടാനായിട്ട് പോകുന്നത്. എന്നാൽ അവര് 3 പേരും ജയിലിലെ അവരുടെ മറ്റുള്ള സുഹൃത്തുക്കളോടും ഈ കാര്യം പറയുകയാണ്. അവരും അവരുടെ കൂടെ ജയിൽ ചാടനെ ക്ഷണിക്കുകയാണ്. എന്നാൽ അവർക്ക് ഭയമാണ്. അതിൽ ഒരാൾ പറയാണ്, എനിക്ക് ഇനി ബാക്കിയുള്ളത് 15 വർഷത്തെ ശിക്ഷയാണ്. അടുത്ത 15 വർഷം ഞാൻ ജയിലിൽ കിടക്കാൻ തയ്യാറാണ്. എന്നാൽ ജയിൽ ചാടാൻ ശ്രമിച്ച് പിടിക്കപ്പെട്ടാലും 15 വർഷം എന്നത് 40 വർഷമാവും. ആ റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറല്ല. അങ്ങനെ ഓരോരുത്തരും ഇതുപോലുള്ള കാരണങ്ങളാണ് പറയുന്നത്. അതായത് അവരാരും ഇവർ 3 പേരുടെയും കൂടെ ജയിൽ ചാടാൻ തയ്യാറല്ല. കാരണം അവർക്കറിയാം അത് ഇമ്പോസിബിൾ ആണ് എന്ന്. ലിയോണാർഡോ അപ്പോൾ അവരോട് പറയാണ്, നിങ്ങൾ ഇപ്പോൾ എടുത്ത ഈ തീരുമാനത്തിന് ഉറപ്പായിട്ടും നിങ്ങൾക്ക് കുറ്റബോധം ഉണ്ടാവും. ഫൈനലി ആ ദിവസം വന്നെത്തി. 1.5 വർഷത്തെ ജയിൽവാസത്തിനു ശേഷം ടിമ്മും സ്റ്റീഫനും ജയിൽ ചാടാനായിട്ട് പോകുന്ന ദിവസമാണ് ഇന്ന്. അവരുടെ കൂടെ ഒരുപാട് വർഷങ്ങളായി ജയിലിൽ കഴിയുന്ന ലിയോണാർഡോയും ജയിൽ ചാടാനായിട്ടുണ്ട്. സോ വർഷം 1979 ഡിസംബർ മാസം ഒരു രാത്രി അടിവസ്ത്രങ്ങൾ മാത്രം ധരിച്ചുകൊണ്ട് അവര് 3 പേരും അവരുടെ സെല്ലിന്റെ പുറത്ത് ടിം ഉണ്ടാക്കിയ മരത്തിന്റെ താക്കോൽ ഉപയോഗിച്ച് പുറത്തിറങ്ങി. അവിടെയുള്ള ഓരോ ഡോർസും അതിസാഹസികമായിട്ട് ഓഫീസേഴ്സ് ആരും കാണാതെ അവര് തുറന്നു പോവുകയാണ്. ഡോർസ് തുറക്കുക മാത്രമല്ല അവര് ചെയ്യുന്നത്, അതൊക്കെ അതേപോലെ തിരിച്ച് ലോക്ക് ചെയ്യുന്നുമുണ്ട്. അങ്ങനെ ഇനി ആകെ അത്രേ ഡോർസ് തുറക്കാൻ ബാക്കിയുള്ളൂ. അവര് പുറത്തുനിന്ന് അകത്തേക്ക് സ്മഗിൾ ചെയ്ത് കൊണ്ടുവന്ന വസ്ത്രങ്ങൾ ധരിക്കുകയാണ്. ഒപ്പം അവരുടെ റണ്ണിംഗ് ഷൂസും അവർ ധരിക്കുന്നുണ്ട്. ഫൈനലി അതിസാഹസികമായിട്ട് ഓരോ ഡോർസും ഓപ്പൺ ചെയ്ത് അവര് അവസാനത്തെ ഡോറിന്റെ അടുത്തെത്തി. ആ ഡോറിന്റെ ലോക്കിലെ കൂടി പുറത്തേക്ക് നോക്കിയപ്പോൾ അവർ ജയിലിന്റെ മെയിൻ ഗേറ്റ് കാണുന്നുണ്ട്. മെയിൻ ഗേറ്റ് വിശാലമായിട്ട് തുറന്നു കിടക്കുകയാണ്. സന്തോഷത്തോടെ അവരുടെ മിഷൻ പൂർത്തിയാവുന്നതിന് മുൻപായിട്ട് അവര് 3 പേരും ഒന്നിച്ച് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് അവര് ഫൈനലി ആ അവസാനത്തെ ഡോർ തുറക്കാനേ ശ്രമിക്കുകയാണ്. എന്നാൽ എത്ര താക്കോൽ വെച്ച് തുറക്കാൻ ശ്രമിച്ചിട്ടും ആ ഡോർ എങ്ങനെയും തുറക്കാനേ പറ്റുന്നില്ല. ഒരുപാട് സമയം അവിടെ അവർ ഇരുന്ന് ആ ഡോർ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സാധ്യമല്ല. അങ്ങനെ അവരുടെ പ്ലാൻ എല്ലാം ഫ്ലോപ്പായി. വന്ന വഴി അവര് തിരിച്ചു സെല്ലിലേക്ക് പോകണം. അത് മാത്രമാണ് ഏക വഴി. എന്നാൽ ലിയോണാർഡോ ആ ഡോറിന്റെ സൈഡിലായിട്ട് ഒരു ക്രാക്ക് കാണുകയാണ്. അവൻ അങ്ങനെ അത് കുത്തിപ്പൊളിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ ഈ ശബ്ദം ഓഫീസേഴ്സ് കേട്ടാൽ പ്രശ്നമാവും. ടിം ഇത് വേണ്ട, നമുക്ക് തിരിച്ചു പോകാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ലിയോണാർഡോ അത് കേൾക്കാതെ ആ ഡോറിന്റെ സൈഡിലുള്ള ക്രാക്ക് കുത്തിപ്പൊളിക്കുകയാണ്. ആൻഡ് ഫൈനലി അവര് ആ ഡോർ കൂടി ഓപ്പൺ ചെയ്തു. പക്ഷെ ഇനി കുറച്ച് വലിയ ടാസ്ക് ആണ്. അവര് പുറത്തേക്ക് പോയാലും മുകളിലുള്ള ഗാർഡ്സ് കാണും. സോ അവരുടെ കണ്ണിൽ പെടാതെ വേണം പുറത്തേക്ക് പോകാൻ. മുകളിലുള്ള ഓഫീസർ തിരിഞ്ഞു നടക്കുന്ന സമയം വേണം ഒരാൾ പോകാൻ. അപ്പോൾ ഒരു കണ്ണാടി ഉപയോഗിച്ച് അവർ അത് നോക്കുകയാണ്. ഓഫീസർ തിരിഞ്ഞു നടക്കുമ്പോൾ ആദ്യം ടിം നടന്ന് പുറത്തെത്തി. അതിന് പിന്നാലെ ലിയോണാർഡോയും സ്റ്റീഫനും വന്നു. എന്നിട്ട് അവര് വളരെ കൂളായിട്ട് തല താഴ്ത്തി തെരുവിലെ നടക്കുകയാണ്. അവിടെ പുറത്ത് തന്നെ ജയിലിലെ ഓഫീസേഴ്സിനെ കാണാം. എന്നാൽ അവരാരും ഇവരെ 3 പേരും
കണ്ടിട്ടില്ല. ആ സ്ഥലത്ത് നിന്ന് അവര് 3 പേരും ഓടി രക്ഷപ്പെട്ടു. എന്നിട്ട് അവരുടെ 3 പേരുടെയും കയ്യിലുള്ള മുഴുവൻ പണവും ഒരു ടാക്സി ഡ്രൈവറിന് നൽകി അവർക്ക് പോകാനുള്ള സ്ഥലം പറഞ്ഞു കൊടുത്തു. ഇവിടെ രാവിലെ 5 മണിക്ക് ഓഫീസർ ഓരോ സെല്ലും ഓപ്പൺ ചെയ്തു. എന്നാൽ 3 തടവുകാർ മാത്രം പുറത്തേക്ക് ഇറങ്ങുന്നില്ല. അവരെ അടിച്ചെഴുന്നേൽപ്പിക്കാൻ ഓഫീസർ ശ്രമിച്ചപ്പോൾ കട്ടിലിൽ പുതപ്പിനടിയിൽ വെറും തലയണ മാത്രമാണുള്ളത്. അവര് 3 പേരും ജയിൽ ചാടി എന്ന് ഓഫീസർ മനസ്സിലാക്കി. അദ്ദേഹം വാർഡനോട് ഈ കാര്യം പറയാനായി ഓടിപ്പോവുകയാണ്. അപ്പോൾ അവര് 3 പേരും സക്സസ്ഫുൾ ആയിട്ട് ജയിൽ ചാടി എന്ന് മനസ്സിലാക്കിയ മറ്റു ജയിൽ പുള്ളികളും സന്തോഷത്തോടെ ചിരിക്കുന്നുണ്ട്. ടാക്സിയിൽ വെച്ച് ഇവര് 3 പേരും സന്തോഷത്തോടെ ഒച്ച വെച്ച് ആഘോഷിക്കുകയാണ്. അവർ ആഘോഷിക്കുന്നത് അവരുടെ ഫ്രീഡമാണ്. ഇനി ഇവര് 3 പേരും പിന്നീട് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടു അതുകൂടി നമ്മൾ അറിയാനായിട്ടുണ്ട്. സൗത്ത് ആഫ്രിക്കയുടെ ബോർഡറിലുള്ള രാജ്യമാണ് മൊസാംബിക്. അവര് അവിടത്തേക്കാണ് ആദ്യം കടന്നത്. അവിടുന്ന് തൻസാനിയയിലേക്ക് കടന്നു. തൻസാനിയയിൽ വെച്ച് അവര് ലണ്ടനിലേക്ക് പോവുകയാണ് ചെയ്തത്. സോ ഇത് റിയൽ സ്റ്റോറിയാണ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ഇദ്ദേഹമാണ് യഥാർത്ഥ ടിം ജെങ്കിൻ. അദ്ദേഹത്തിന് ഇപ്പോൾ 78 വയസ്സ് പ്രായമാണ്. ആൻഡ് ഇദ്ദേഹമാണ് യഥാർത്ഥ സ്റ്റീഫൻ ലീ. അദ്ദേഹത്തിന് ഇപ്പോൾ 75 വയസ്സ് പ്രായമാണ്. അപ്പോൾ ഇവിടെയാണ് കഥ അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലിലെ മറ്റുള്ള വീഡിയോസ് കണ്ടു നോക്കാനും മറക്കല്ലേ.